ഏതോരാപത്തിലും ഏതോ നേരത്തിലും ഏതോരാപത്തിലും ഏതോ സന്തോഷത്തോടെ ഹല്ലേലൂയ എന്റെ സംഗീതവും ബലവും എന്റെ ഏറ്റവും അടുത്ത എന്റെ സംഗീതവും ഏറ്റവും അടുത്ത ഏതോരാപത്തിലും ഏതോ നേരത്തിലും ഏതോരാപത്തിലും ഏതോ നേരത്തിലും ഏറ്റവും അടുത്തതോടെയായ മാത്രം മതി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധിക്കുവാനും ബന്ധപ്പെടുത്തുവാനും സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ദിവസങ്ങൾക്കായി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇത് പകൽക്കാലം മുതൽ ഈ സമയം വരെ ഞങ്ങളെ അനർത്ഥ നാമത്തെല്ലാം വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം പറഞ്ഞാൽ കടന്നു വന്ന് ആരാധിക്കുവാനും തുടർന്നുള്ള ഈ ശുശ്രൂഷ പങ്കെടുക്കുവാനും ഞങ്ങളെ ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ഏറ്റുമണിക്കുന്നതിനായി നിങ്ങളെ വചനമടപ്പിക്കൽ ദേവദാസന്റെ കുടുംബത്തെ ഓർത്തനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവങ്ങളെ ഓർത്തനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വീട്ടിലെ അനുഗ്രഹമായി നിങ്ങളുടെ ജീവിതത്തിൽ മാറണമേ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചന സ്തോത്രം യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.
പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല രാത്രിക്കായി ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി നമുക്ക് ഒരുമിച്ച് ആത്മാവിൽ ആരാധിക്കാൻ ദൈവം അവസരമൊരുക്കി നമുക്ക് വേണ്ടി നല്ല ഗാനങ്ങൾ ആലപിച്ച് ആത്മാവിൽ ആരാധിക്കുവാൻ നമ്മെ ഒരുക്കിയ കൃതദാസൻ ഷാജി പാഷേന്ദ്ര കുടുംബത്തെയും കുഞ്ഞിനെയും വാർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് പ്രിയപ്പെട്ടവരെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി നടക്കുന്ന ഈ ബൈബിൾ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവിന്റെ ദാസനെ കർത്താവ് നമ്മുടെ നടുവിൽ നിന്ന് രാത്രി ശക്തമായി ഉപയോഗിക്കേണ്ടതിന് ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രയോജനങ്ങളൊന്നും മറച്ചു വെക്കാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരേണ്ടതിന് കർത്താവിന്റെ ദാസനെ ദൈവത്തിനായി ഉപയോഗിക്കുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ചെറുമാനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, മറ്റേ സെക്ഷൻമാരായ എല്ലാവരെയും കർത്താവ് രാത്രി അനുഗ്രഹിക്കുന്നതായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ഫ്ലാറ്റിലൂടെ നമ്മെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ ദൈവമക്കളെയും ദൈവം പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും ദൈവസഭയിൽ നടക്കുന്ന മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവദാസൻ സ്റ്റീഫൻ ജേക്കബ് അവറുകൾ തുറന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവദാസൻ അതിനായി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസനീയനും നീതിമാനുമായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യായാമത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവവചനം പഠിക്കുവാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കടന്നു വന്നിരിക്കുന്നു കർത്താവേ. ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ശ്രേഷ്ഠദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ദൈവവചനം സംസാരിക്കുന്ന ഹല്ലേലൂയ ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കുവാൻ, വചനം ഞങ്ങളെ പഠിപ്പിക്കുവാൻ, കേൾക്കുന്ന ഞങ്ങൾക്ക് അത് ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേക മനുഷ്യ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ നേർനിരയിലായിരിക്കുന്ന ചെയർമാൻ തോമസ് അച്ചറിയാനും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോയിന്റ് സെക്രട്ടറി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സെക്രട്ടറി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വൈസ് പ്രസിഡന്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റു ഒഫീഷ്യൽസിനെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ ദൈവദാസിദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആദ്യോടെ കൃപ കൂടിയിരിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ ധന്യമേറിയ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചെയർമാനായിരിക്കുന്ന കർത്താവിൽ അനുഗ്രഹീത ദൈവവൃത്യൻ തോമസ് അവറുകൾ, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അതുപോലെ ഇന്ന് രാത്രി നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് എടുക്കുവാനായി ഈ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ സംസാരിക്കുന്നതായിരിക്കുന്ന കർത്താവിൽ ബഹുമാനദാസൻ കരളിൻ കൊട്ടാരക്കര അവറുകൾ, കർത്താവദാസൻ സ്റ്റീഫൻ ജേക്കബ് അവറുകൾ, നമുക്ക് വേണ്ടി നല്ല ഗാനങ്ങൾ ആലപിച്ച കർത്താവദാസൻ ഷാജി പാഷ കുടുംബം, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിശ്ചലമായ നാമത്തിൽ സന്ധ്യാവന്ദനം രാത്രി അറിയിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ദൈവം നമുക്ക് നൽകി തന്നു. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു പകൽ ദൈവം വേഗമായി അത്ഭുതകരമായി സൂക്ഷിക്കുവാനിടയായി തീർന്നു. അതുപോലെ ഈ വെള്ളിയാഴ്ച ഈ രാത്രിയിൽ ബൈബിൾ ക്ലാസ്സിനനുബന്ധിച്ച് നാം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിരിക്കുകയാണ്. ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നാം ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവ സന്നിധിയിലായിരിക്കാം. കേൾക്കുന്നവർക്ക് വളരെ പ്രയോജനകരമായി തീരുവാനും ശുശ്രൂഷ മണ്ഡലത്തിലായിരിക്കുന്ന അഭിഷക്തന്മാർക്ക് ഏറെ പ്രയോജനകരമായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇപ്പോൾ കർത്താവദാസൻ ഷെല്ലിൻ കൊട്ടാരക്കര അവരുകളെ വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് തുറന്ന ക്ലാസ്സിൽ നയിക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. കർത്താവദാസനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും കേൾക്കാമല്ലോ? ഓക്കെ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വെള്ളിയാഴ്ച ക്ലാസ്സിലായിരിക്കുന്ന
എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ അരുളുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും മേൽക്കുമേൽ അഭിവൃദ്ധി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷാൽ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ അഡ്മിൻ പാനലായിരിക്കുന്ന ബഹുമാന കർത്തൃദാസിദാസന്മാർ, ഇന്നത്തെ ഈ ക്ലാസ് ലീഡ് ചെയ്യുന്ന ബഹുമാന കർത്തൃദാസൻ, ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ഭാഗവത്താകുവാൻ കടന്നു വന്നിരിക്കുന്ന എൻ്റെ എല്ലാ ക്ലാസ്സിലെ മെമ്പേഴ്സിനും ഒരിക്കൽ കൂടി ക്രിസ്തീയ വന്ദനങ്ങൾ ഈ ധരയിൽ അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു തമിഴ് ഗാനം ഇങ്ങനെയാണ്: ഉമ്മൈ പാടാതെ നാൾക്കളും ഇല്ലയേ, ഉമ്മൈ തേടാതെ നാൾക്കളും ഇല്ലയേ, ഉമ്മൈ പാടാതെ നാൾക്കളും ഇല്ലയേ, ഉമ്മൈ തേടാതെ നാൾക്കളും ഇല്ലയേ. യേസയ്യാ 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 യേസയ്യാ. ഉമ്മൈ പാടാതെ നാൾക്കളും ഇല്ലയേ, ഉമ്മൈ തേടാതെ നാൾക്കളും ഇല്ലയേ. ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന് മഹത്വം. നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ ആയിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുമ്പോൾ തന്നെ കുറച്ച് പേരൊക്കെ ക്ലാസ്സിൽ ഇല്ല. പലരും എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ലൈവ് സ്ട്രീമിങ് ഫേസ്ബുക്കിലും മറ്റു പലതിലും ഉള്ളത് കൊണ്ടായിരിക്കാം പലരും ക്ലാസ്സുകൾ പിന്നാലെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. സൂം പ്ലാറ്റ്ഫോമിൽ തന്നെ ആയിരുന്നുവെങ്കിൽ എല്ലാവരും ഇടിച്ചു കയറിയനെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സൂം പ്ലാറ്റ്ഫോമിൽ തന്നെ ആയിരുന്നുവെങ്കിൽ എല്ലാവരും എന്ത് ചെയ്തേനെ, ഓടി വന്നേനെ, ഇടിച്ചു കയറിയനെ. കാരണം വേറെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. ഇതിപ്പോ ഓപ്ഷൻ ഉണ്ട്. ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ഫേസ്ബുക്കിൽ നിന്ന് എൻ്റെ ഒരു വിശ്വാസം എന്നോട് പറഞ്ഞതാ, ക്ലാസ്സിന്റെ ക്ലാസ് എനിക്ക് ആ സമയത്ത് കയറാൻ പറ്റുന്നില്ല, ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് അത് കാണുന്നുണ്ട്, ഞാൻ അതിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്ന പലരും അങ്ങനെ ആയിരിക്കുന്നു തോന്നുന്നു. എനിവേ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ആയിരിക്കുന്ന എൻ്റെ എല്ലാ ദേവദാസന്മാർക്കും ദേവദാസിമാർക്കും ഉള്ള നന്ദി അറിയിക്കുമ്പോൾ തന്നെ നമ്മള് എഫെസ്യർ ലേഖനം എത്ര അധ്യായം ഉണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും. എഫെസ്യർ ലേഖനം 6 അധ്യായമുണ്ട്. അതില് 3 അധ്യായം വേറെ, 3 അധ്യായം വേറെ. അപ്പൊ ആദ്യത്തെ 3 അധ്യായം 1, 2, 3 അധ്യായങ്ങൾ തിയറി ആകുമ്പോൾ അല്ലെ, അവസാനത്തെ 3 അധ്യായങ്ങൾ എന്തായിരിക്കണം? സ്വാഭാവികമായിട്ട് പ്രാക്ടിക്കൽ സെഷൻ ആയിരിക്കണം അല്ലെ. അപ്പൊ 3 അധ്യായം തിയറി ആകുമ്പോൾ 4, 5, 6 അധ്യായങ്ങൾ പ്രാക്ടിക്കൽ ലെവലാണ്. ഇപ്പൊ എഫെസ്യർ ലേഖന പുസ്തകത്തിലെ പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് സ്റ്റെപ്പ് എടുത്ത് വെച്ചു. ഇന്നത് വിശദീകരിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എഫെസ്യർ ലേഖനം 5-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത്. എഫെസ്യർ ലേഖനം 5-ാം അധ്യായം. കഴിഞ്ഞ 3 അധ്യായങ്ങൾ പ്രാക്ടിക്കൽ സെഷൻ തിയറി സെഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ 4-ാം അധ്യായം തൊട്ട് പ്രാക്ടിക്കൽ സെഷനിലേക്ക് എത്തിയിരിക്കുക. അപ്പൊ 4-ൽ കുറെ പ്രാക്ടിക്കൽ ലെവലുകൾ നമ്മൾ പഠിച്ചു. 5-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ഇതിനകത്തും കുറച്ച് പ്രാക്ടിക്കൽ സെഷൻ ഉണ്ട്. അപ്പൊ എഫെസ്യർ ലേഖനം 5-ാം അധ്യായം അറിയപ്പെടുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എന്താണ്? സഭ ക്രിസ്തുവിന്റെ മണവാട്ടി. സഭ എന്താണ്? ക്രിസ്തുവിന്റെ മണവാട്ടി എന്നുള്ള പദമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ഓക്കെ. അപ്പം 5-ാം അധ്യായം പ്രധാനമായിട്ടും ഊന്നൽ കൊടുക്കുന്നത് സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. നോക്കണേ, വിവാഹം കഴിഞ്ഞ ഒരു സഭയെ അല്ല 5-ാം അധ്യായം എടുത്തു കാട്ടുന്നത്. പ്രത്യുത വിവാഹം നിശ്ചയം ചെയ്ത
ഒരു സഭയെയാണ് 5-ാം അധ്യായത്തിൽ വളരെ വിശദീകരിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്, അല്ലെ? വിവാഹം കഴിഞ്ഞതല്ല, വിവാഹം കഴിയാൻ വേണ്ടി പോകുന്നു. ആ കാര്യമാണ് ഈ 5-ാം അധ്യായത്തിൽ നമുക്ക് പ്രധാനമായിട്ടും കാണുവാൻ കഴിയുന്നത്. ഈ 5-ാം അധ്യായത്തിന്റെ താക്കോൽ വാക്യം, 5-ാം അധ്യായത്തിന്റെ താക്കോൽ വാക്യം ഏത് എന്ന് ചോദിച്ചാൽ വാക്ക് എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ എ ന്യൂ വാക്ക് എന്ന് പറഞ്ഞാൽ പുതിയ നടപ്പ്, അതാണ് എ ന്യൂ വാക്ക്. അതാണ് 5-ാം അധ്യായത്തിന്റെ താക്കോൽ വാക്യം എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഈ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ എന്താണ് ഈ നടത്തത്തെ പറ്റി, എങ്ങനെ നടക്കണം, ഏത് രീതിയിൽ നടക്കണം എന്നുള്ളതിനെ പറ്റി വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ 4 കാര്യാദികൾ ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നു. 4 കാര്യങ്ങൾ. ആ 4 കാര്യങ്ങളാണ് നമ്മൾ സംഗ്രഹിച്ച് പഠിക്കാൻ വേണ്ടി പോകുന്നത്. 4 കാര്യങ്ങൾ. 1, വാക്ക് ഇൻ ലവ്, സ്നേഹത്തിൽ നടക്കുക. ഒന്നാമത്തെ എന്താണ്? സ്നേഹത്തിൽ നടക്കുക. രണ്ടാമത്തത് വാക്ക് ഇൻ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെളിച്ചത്തിൽ നടക്കുക. രണ്ടാമത്തെ എന്താണ്? വെളിച്ചത്തിൽ നടക്കുക. മൂന്നാമത്തത് എന്താണ്? വാക്ക് ഇൻ വിസ്ഡം, അതായത് ജ്ഞാനത്തിൽ നടക്കുക. മൂന്നാമത്തെ എന്താണ്? ജ്ഞാനത്തിൽ നടക്കുക, വാക്ക് ഇൻ വിസ്ഡം. ഓക്കെ. അപ്പൊ 4-മത്തത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാക്ക് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിൽ നടക്കുക, അല്ലെങ്കിൽ ആത്മാവിന്റെ നിറവിൽ നടക്കുക. അപ്പൊ ഈ 4 കാര്യങ്ങളെയാണ് ഈ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്താണ്? 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ, 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. 17 വരെയുള്ള വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്നത് വാക്കിനെ കുറിച്ച് കൊടുത്തിരിക്കുന്നു. 21 വരെ, 5-ാം അധ്യായം 1 മുതൽ അതിന്റെ 21 വരെയാണ് ഈ 4 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് സ്നേഹത്തിൽ നമ്മൾ നടക്കണം, സ്നേഹത്തിൽ നടപ്പിൻ. 2, വെളിച്ചത്തിൽ നടപ്പിൻ. 3 കൊടുത്തിരിക്കുന്നത് എന്താണ്? ജ്ഞാനത്തിൽ നടപ്പിൻ. 5, ആത്മാവിന്റെ നിറവിൽ നടപ്പിൻ. അപ്പൊ ഈ 4 കൂട്ട കാര്യങ്ങളെയാണ് 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അത് നമുക്ക് പഠിക്കാം. ഓക്കെ. ഇവിടെ എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ശബ്ദമുയർത്തി ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ ദൈവമക്കൾക്ക് ഒന്ന് വായിച്ചിരുന്നുവെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഓക്കെ. 1-ാം അധ്യായം ഒന്ന് വായിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ ദൈവമക്കൾക്ക് ഒന്ന് ഉറക്കെ വായിച്ച് സഹായിക്കാം. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ, ഓക്കെ, എന്നിട്ട് ഞാൻ അങ്ങ് വായിക്കാം. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ഇവിടെ ആകയാൽ എന്നുള്ള ഒരു പദം കൊടുത്തിട്ടുണ്ട്. ആകയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആകയാൽ എന്നുള്ള പദം വന്നിരിക്കുന്നത് നമ്മുടെ വിശുദ്ധ വേദപുസ്തകം ഈ അധ്യായങ്ങളും വാക്യങ്ങളും ഓർഡർ അനുസരിച്ചിട്ടല്ല കൊടുത്തിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഓരോന്നും അധ്യായങ്ങൾ അതിൻ്റെതായ ക്രമീകരണത്തിനനുസരിച്ച് മാറ്റിയിരിക്കുന്നതേ ഉള്ളൂ. കറക്റ്റ് ഒരു അധ്യായം തുടങ്ങുന്ന ലെവലിലല്ല ഓരോ അധ്യായങ്ങളും ക്രമപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ലിപികളിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോ നമ്മൾ ചില ഇംഗ്ലീഷ് തർജ്ജിമ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് തർജ്ജിമയിൽ കൊടുത്തിരിക്കുന്ന ചില വാക്യങ്ങൾ ആദ്യമായിരിക്കും, മലയാളത്തിൽ വരുമ്പോൾ അത് അവസാനമായിരിക്കും. അപ്പം ഇതിന്റെ ഓർഡറുകൾ തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ എന്ന് പറയുന്ന പോലെ ഇവിടെ 5-ാം അധ്യായം തുടങ്ങുമ്പോൾ ആകയാൽ എന്നുള്ള പദം എന്ന് പറഞ്ഞിരിക്കുന്നത് മുൻപ്, അതായത് 4-ാം അധ്യായത്തിന്റെ 32-ൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, 4-ാം അധ്യായത്തിന്റെ 32-ൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്
അതുപോലെ ആകയാൽ പ്രിയമക്കൾ, മുമ്പ് എന്താണോ പറഞ്ഞിരിക്കുന്നത് 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളോട് അടുപ്പിച്ച് എന്തൊക്കെയാണോ കൊടുത്തിരിക്കുന്നത് എന്ന പോലെ, പ്രിയമക്കൾ എന്ന പോലെ അനുകരിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച്, അല്ലേ അല്ലേ അനുകരണം, അല്ലേ പ്രിയമക്കൾ എന്ന പോലെ ഇവിടെ കൊടുത്തിരിക്കുന്നു. പ്രിയമക്കൾ എന്ന പോലെ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു, ദൈവത്തെ അനുകരിപ്പിൻ. പ്രിയമക്കൾ എന്ന പോലെ ആരെ അനുകരിക്കണം? നമുക്കറിയാം, നമ്മുടെ പല കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? അനുകരിക്കുന്നുണ്ട്, അല്ലേ? അതുപോലെ പാട്ട് പാടുന്നവർ യേശുദാസനെ എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെ, നമ്മുടെ ദാസേട്ടനെ അനുകരിക്കുന്നുണ്ട്. പ്രസംഗിക്കുന്നവർ ചില പ്രാസംഗികന്മാരെ എന്ത് ചെയ്യും? അനുകരിക്കാറുണ്ട്. ഞാൻ പണ്ട് കാലഘട്ടങ്ങളിൽ തിരുവനന്തപുരം മേഖലകളിൽ ശുശ്രൂഷയ്ക്കായിട്ട് വരുമ്പോൾ, വർഷങ്ങൾക്ക് മുമ്പാണ്, ഞാൻ തിരുവനന്തപുരം ജില്ലകളിലൊക്കെ മെസ്സേജിനായിട്ട് വരുന്ന സമയത്ത് അവിടെ ഒരു മീറ്റിങ്ങിനായിട്ട് മെസ്സേജിന് വേണ്ടി എന്നെ വിളിച്ചതാണ്. അപ്പൊ ഒരു വർഷിപ്പ് ലീഡ് ചെയ്യുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ അന്ന് നമ്മുടെ സുരേഷ് ബാബു എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ തിളങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഞാൻ അന്ന് ആ മീറ്റിങ്ങിന് സംബന്ധിക്കുന്ന സമയത്ത് അത് ലീഡ് ചെയ്യുന്ന വർഷിപ്പ്, പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ദൈവദാസൻ സുരേഷ് ബാബു എന്താണോ പറയുന്നത് അതുപോലെ നിന്ന് ലീഡ് ചെയ്യുക. ഓ പ്രിയപ്പെട്ടവരെ, മിണ്ടാതിരിക്കുക, അതല്ല കാര്യങ്ങളും ഉയർത്തി, ശബ്ദം ഉയർത്തി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു അനുകരണ രീതി ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ വിചാരിച്ചു, ആദ്യം താഴ്ന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു, ദൈവമേ, സുരേഷ് ബാബു ആണോ ഈ മീറ്റിംഗ് പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുന്നത്? അത്രത്തിൽ ഞാൻ ചിന്തിച്ചു പോയി. ആ അനുകരണം അതുപോലെ. അപ്പൊ ഞാൻ കയറി വന്നപ്പോൾ അല്ല, നമ്മുടെ ഒരു 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 ദൈവദാസനാണ്, ഒരു പയ്യനാണ്. അദ്ദേഹം അതേ സുരേഷ് ബാബു എന്താണോ പറയുന്നത് അതുപോലെ എല്ലാവരും മുൻപോട്ട് കയറി വന്ന് ആ ഒരു സ്റ്റൈൽ അറിയാലോ. അപ്പം അതുപോലെ ഇങ്ങനെ അനുകരിക്കുന്ന ലെവൽ ഞാൻ കണ്ടു. അപ്പൊ അതിനുശേഷം ഞാനിങ്ങനെ ഇരുന്നു. അപ്പൊ പ്രൈസ് ആൻഡ് വർഷിപ്പ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ അന്നത്തെ ചെയർമാൻ ആയിരിക്കുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം പറയുന്നതും തനി സുരേഷ് ബാബുവിന്റെ അതേ ലെവലിലാണ്. നമ്മുടെ ഇന്നത്തെ പ്രസംഗിക്കുന്ന ദൈവദാസൻ ഇവിടെ കടന്നു വന്നിട്ട് ദൂരെ നീ കടന്നു വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിന്തിച്ച, ദൈവമേ, പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്തതും സുരേഷ് ബാബുവിന്റെ അതേ ലെവലാണ്. ലീഡ് ചെയ്ത ദൈവദാസനും എല്ലാ കണ്ണുകണ്ടും അടച്ചാൽ, എല്ലാ കണ്ണുകണ്ടും 2 ദൈവദാസന്മാർ മുൻപോട്ട് കടന്നു വന്ന പ്രാർത്ഥന നമ്മെ എന്ന് പറഞ്ഞിട്ട് പുള്ളി അതിനെക്കുറിച്ച് പറഞ്ഞു. ലാസ്റ്റ് ഒരു ചെറിയ വാക്കൊക്കെ പറഞ്ഞതിന് ശേഷം എല്ലാം സുരേഷ് ബാബുവിന്റെ അതേ ലെവലിൽ തന്നെ പറഞ്ഞിട്ട് എന്നെ ക്ഷണിക്കുക. 2 കരങ്ങളും ചേർത്ത് അടിച്ചു. നമ്മുടെ ദൈവത ആ ഒരു രീതിയിൽ അനുകരണത്തിന്റെ ലെവൽ ഞാൻ പറയുകയാണ്, പ്രാസംഗികന്മാരെ അനുകരിക്കുന്നത്, അല്ലേ? അപ്പൊ അനുകരണം പലതിലാണ്, പല വിഷയത്തിൽ പലരെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അനുകരിക്കുന്നു. ഇവിടെ പറയുന്നു, ആകയാൽ, മുമ്പ് 4-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന പദങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പൗലോസിലേക്ക് പറയുന്നു, പ്രിയ മക്കൾ. നമ്മൾ ആരാണ്? മക്കളല്ല, നമ്മൾ പ്രിയ മക്കൾ. ആ ഒരു പദം നിങ്ങൾ വളരെ മനസ്സിലാക്കണം. പ്രിയ മക്കൾ, അല്ലേ? യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും മക്കളാകുവാൻ, ഏത് മക്കളാകുവാൻ? പ്രിയ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശുവിനെ കർത്താവിന്റെ രക്ഷകനുമായിട്ട് നാം ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ചു. യേശുവിന്റെ രക്തം, ദ ബ്ലഡ് ഓഫ് ജീസസ്, അത് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ രക്ഷാനിർണയം, രക്ഷിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് എത്തപ്പെടും. രക്ഷിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് എത്തപ്പെടും. അപ്പോൾ നമ്മൾ മക്കളായി. അപ്പോൾ നമ്മൾ എന്തായി? മക്കളായി. എന്നാൽ ആ സ്വീകരിച്ച രക്ഷാനിർണയം പ്രാപിച്ച നമ്മൾ കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം, ദൈവകൽപ്പനയാകുന്ന സ്നാനം, അല്ലെ, അവന്റെ മരണ അടക്ക പുനരുത്ഥാനത്തിനെ കാണിക്കുന്ന സ്നാനം ഏറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ എന്താകുന്നത്? പ്രിയ മക്കളാകുന്നത്. യേശു യോർദാനിൽ കിലോമീറ്ററുകൾ നടന്ന്, അല്ലെ, ഗലീലയിൽ നിന്ന് കിലോമീറ്ററുകൾ നടന്ന് യോർദാന്റെ തീരത്ത് വന്നു. ആ യോർദാന്റെ തീരത്ത് വന്ന യേശു, നിങ്ങൾ മനസ്സിലാക്കുക, വെള്ളത്തിന്റെ കരയിൽ നിൽക്കപ്പം കേൾക്കാത്ത ഒരു ശബ്ദം, യോഹന്നാന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയത്ത് കേൾക്കാത്ത ഒരു ശബ്ദം, യോഹന്നാന്റെ കൈക്കീഴാൽ സ്നാനം, അതായത് മുഴുകൽ സ്നാനം, മുങ്ങി അവൻ പൊങ്ങിയപ്പോൾ, പൊങ്ങിയപ്പോൾ വെള്ളത്തിൽ മുങ്ങി, അല്ലെ, തമിഴിൽ പറയുന്നത് ജ്ഞാന സ്നാനം എന്നാണ്. അപ്പൊ പൊങ്ങിയപ്പോൾ സ്വർഗം തുറന്നു. എന്നിട്ട് പ്രാപന്ന രൂപത്തിൽ പരിശുദ്ധ റൂഹ ഇറങ്ങി വന്നിട്ട് ആവസിച്ചിട്ട് പറഞ്ഞൊരു വാചകം, പ്രാവ് അല്ല ഇറങ്ങിയത്, പ്രാവ് എന്ന പോലെ. നമ്മുടെയൊക്കെ കൺവെൻഷൻ പോസ്റ്ററുകളിലും നമ്മുടെയൊക്കെ സഭകളിലൊക്കെ പ്രാവിന്റെ പടം വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്. പ്രാവല്ല, പ്രാവിനെ പോലെ. പലരും ഈ എന്താ പറയണ്ടേ, ഈ കത്തോലിക്കാര് മർദ്ദവക്കാരൊക്കെ എൻ്റെ അടുത്ത്, കത്തോലിക്കാര് ഓർത്തഡോക്സുകാരൊക്കെ എന്റെ ചോദിക്കാറുണ്ട്, നിങ്ങൾ വിഗ്രഹാരാധികളല്ല എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന പ്രാവിന്റെ പടമല്ലേ, അത് വിഗ്രഹമല്ലേ?
പ്രാവല്ല. ഞങ്ങൾ കുരിശ് കാണിക്കുന്ന കുരിശായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ കുരിശ് വയ്ക്കുന്ന കുരിശാണ്, കുരിശിലാണ്. കുരിശിനകത്ത് ഇനി ഒരു മായാജാലം ഇല്ല, കുരിശിലാണ് യേശു. ഓക്കെ, റെഡി, അത് തന്നെയാണ്. അപ്പൊ ഒരച്ഛൻ എന്നോട് പറഞ്ഞതാണ്, അച്ഛന്റെ പേരൊന്നും പറയത്തില്ല, എനിക്ക് ഭയങ്കര കൂട്ടപ്പെട്ട അച്ഛൻ. ആ അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. സത്യത്തിൽ പെന്തക്കോസ്തുകാർ വെക്കേണ്ടത് പ്രാവല്ല, കുഞ്ഞാടാണ് വെക്കേണ്ടത്. ഒരു കുഞ്ഞാടിനെയാണ് ഇവിടെ പോസ്റ്റലിൽ കൊടുക്കേണ്ടത്. കാരണം ലോക സ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാട്, അല്ലേ? കുഞ്ഞാട് നീ യോഗ്യൻ. അപ്പൊ സത്യത്തിൽ പോസ്റ്റലിൽ പോകേണ്ടവരുന്നത് കുഞ്ഞാടിന്റെ ഫോട്ടോയാണ്. പ്രാവ് ഒരു സമയത്ത് മാത്രം ഇറങ്ങിയത് കൊണ്ടിട്ടുള്ളൂ. എപ്പോഴാണ്? യേശു സ്നാനപ്പെട്ട. ഓ, പ്രാവ് പോലെ ഇറങ്ങുന്ന, ഞാൻ ആ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങുന്ന ആ ഇറക്കം ഇങ്ങനെ അവിടുന്ന് മോളിൽ നിന്ന് ഇങ്ങനെ ചലിച്ച് ഇറങ്ങുന്ന ആ ഒരു രംഗം കണ്ടപ്പോൾ ഭാവന പറയുകയാണ്, കവി ഭാവന പറയുകയാണ്, പ്രാവ് പോലെ. അല്ല, പ്രാവ് ഇറങ്ങിയെന്നല്ല. ചില വെള്ള പ്രാവൊക്കെ ഇറങ്ങുന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുക, അതൊന്നും അല്ല, പ്രാവല്ല. അതിനെ ഒരു ആസ് എന്നുള്ള പദം എന്ന് പറഞ്ഞാൽ അതുപോലെ, എന്ത് പോലെ, അതുപോലെ, ഒരു പോലെ കാണിക്കുകയാണ്, അല്ലെ? ഇപ്പം ചിലരെ പറയില്ലേ, അതുപോലെ ഇത് എന്ന് പറഞ്ഞാൽ അതിനെ പോലെ ഒന്ന് കാണിക്കുന്നതാണ്. അപ്പൊ അവിടെ ആവസ് അത് പോട്ടെ, എന്ത് ആയിക്കോട്ടെ. പക്ഷെ ഒരു ശബ്ദം കേട്ടത് ഇങ്ങനെയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്തേ? ബത്ലഹേമിൽ ജനിച്ച യേശു കർത്താവിനെ ദൂതസംഘങ്ങൾ വന്ന് വാഴ്ത്തി. അവിടെ ഒന്നും കേൾക്കാത്ത ഒരു ശബ്ദം, അല്ലെ? 12-ാം വയസ്സിൽ ദേവാലയത്തിൽ പോയപ്പോൾ കേൾക്കാത്ത ഒരു ശബ്ദം യോർദാനിൽ 30-ാം വയസ്സിൽ സ്നാനമേറ്റപ്പോൾ യേശു കേട്ടു, പ്രിയ മക്കൾ, പ്രിയ മകൻ. അപ്പൊ സ്നാനത്തോടു കൂടി നമ്മൾ ആരായിത്തീരുന്നു? പ്രിയ മക്കൾ. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ആരെ നമ്മൾ അനുകരിക്കണം? മോഹൻലാലിനെയാണോ മമ്മൂട്ടിയെയാണോ? മിമിക്രിക്കാരൊക്കെ അനുകരിക്കുന്ന കണ്ടിട്ടില്ലേ, അല്ലെ? സ്വരങ്ങളൊക്കെ മാറ്റി പാസ്റ്റർമാരെ തന്നെ ഇപ്പം ട്രോൾ ചെയ്യുന്നത് അനുകരണ കലയിലേക്ക് പാസ്റ്റർമാരെ തന്നെ ഇട്ട് ഒരേ ലെവലാക്കുക. ഈ അടുത്തിടയിൽ എന്തൊക്കെ ലെവലാണോ എന്റെ കർത്താവ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പലതിലും സ്തോത്രം ഇപ്പം അതൊരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പറയട്ടെ, അപ്പൊ നമ്മൾ അങ്ങനെയുള്ളതിനെ ഒന്നുമല്ല നമ്മൾ അനുകരിക്കേണ്ടത്. നമ്മൾ അനുകരിക്കേണ്ടത് നമുക്ക് മാതൃക വെച്ചേച്ചു പോയ ഒരു വ്യക്തിയുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശുവാണ്. ആ യേശുവിനെ വേണം നമ്മൾ മാതൃകയാക്കാനും, ആ യേശുവിനെ വേണം നമ്മൾ അനുകരിക്കാൻ. അനുകരണ കലയിൽ നമ്മൾ അനുകരിച്ച പലരും പട്ടുപോയ ഒരു മേഖലയിലാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നത്. ഈ രാത്രി ഈ ക്ലാസ്സിൽ എനിക്ക് പറയുവാനുള്ളത്, ഏറ്റവും ഫലവത്തായ ഒന്ന്, ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന്, എനിക്ക് നിങ്ങൾക്കും അഭിമാനത്തോടെ അനുകരിക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പ്രസ്താവിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ എത്ര പേര് ചേർന്ന് ദൈവത്തിന് സ്തോത്രം പറയാനിട വരും, ദൈവത്തിന് നന്ദി പറയാനിട വരും. എനിക്കും നിങ്ങൾക്കും ഒരുപോലെ മാതൃകയാക്കാനും അനുകരിക്കാനും പറ്റുന്ന ഏക വ്യക്തി അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. അവനിലല്ലോ രക്ഷ, അവനിൽ മാത്രം രക്ഷ. മറ്റൊന്നിലും നമുക്ക് കാണുവാൻ കഴിയാത്ത ഒന്ന് യേശുവിൽ കാണുവാൻ കഴിയും. അപ്പൊ യേശുവിനെ വേണം നമ്മൾ മാതൃകയാക്കി അനുകരിക്കാൻ, അല്ലെ? അപ്പൊ യേശുവിനെ നമ്മൾ എന്ത് ചെയ്യണം? അനുകരിക്കണം. യേശുവിനെ നമ്മൾ മാതൃകയാക്കി അനുകരിക്കുക. കാരണം യേശു വിശുദ്ധനായിരുന്നു. യേശു എന്തുകൊണ്ട് നമ്മൾ അനുകരിക്കണം? യേശു വിശുദ്ധനായിരുന്നു. ബൈബിൾ പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും എന്ത് ചെയ്യണം? വിശുദ്ധരായിരിക്കണം, അല്ലെ? കർത്താവ് പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം, അല്ലെ? അനുകരിക്കേണ്ട രീതി നമ്പർ 1 എന്താണ്? കർത്താവ് വിശുദ്ധനായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും വിശുദ്ധരായിരിക്കണം. 2, കരുണയുള്ളവൻ. നമ്മുടെ കർത്താവ് ആരാണ്? കരുണയുള്ള ദൈവമാണ്, അല്ലെ? നമ്മുടെ കർത്താവ് കരുണയുള്ള ദൈവമാണ്. അതുകൊണ്ട് ദൈവം കരുണയുള്ളവനാകയാൽ നമ്മളും എന്ത് ചെയ്യണം? കരുണയുള്ളവരായി തീരണം. 3, നമ്മുടെ കർത്താവ് പൂർണ്ണനാണ്. പൂർണ്ണൻ എന്ന് പറയുമ്പോൾ WHOL, ഹോൾ, പൂർണ്ണൻ, അല്ലെ? നമ്മുടെ കർത്താവ് പൂർണ്ണനാണ്. ദൈവം എന്താണ്? പൂർണ്ണതയുള്ളതാകയാൽ എന്താണ്? അവനെ അനുഗമിക്കണം. പൂർണ്ണതയുള്ള ദൈവമാകയാൽ അനുഗമിക്കണം. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ദൈവം ആരാണ്? വിശ്വസ്തനായതുകൊണ്ട് നമ്മളിലും എന്ത് വേണം? വിശ്വസ്തരായിരിക്കണം. കാരണം അതുപോലെ തന്നെ ദൈവം സ്നേഹമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവനെ അനുഗമിക്കണം. സൽഗുണപൂർണനായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സൽഗുണപൂർണനായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അനുകരിക്കണം. സൽഗുണപൂർണനായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സൗമ്യനായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അനുകരിക്കണം. അപ്പം 7 കൂട്ട കാര്യങ്ങൾ
എന്തുകൊണ്ട് കർത്താവിനെ അനുകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 കൂട്ട കാര്യങ്ങൾ. ഒന്ന്, വിശുദ്ധനായതുകൊണ്ട്, കരുണയുള്ളവനായതുകൊണ്ട്, പൂർണ്ണനായതുകൊണ്ട്, അതുപോലെ വിശ്വസ്തനായതുകൊണ്ട്, സ്നേഹം ആയതുകൊണ്ട്, സൽഗുണപൂർണനായതുകൊണ്ട്, സൗമ്യതയുള്ള ദൈവമായതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഇതിനെയെല്ലാം എന്ത് ചെയ്യണം? ആകയാൽ ആ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? അനുകരിക്കണം. അല്ലേ? അനുഗമിച്ചിടും അവനൂടെ ചുവടുകളെ, അനുകരിച്ചിടും യേശു കർത്താവിന്റെ ചുവടുകളെ. അല്ലേ? അപ്പം യേശുവിനെ നമ്മള് അനുകരിക്കണം എന്ന് പറയുമ്പോൾ അർത്ഥാൽ ഇത്രയേ ഉള്ളൂ. ദൈവം വിശുദ്ധനായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധരായിരിക്കണം. പ്രാക്ടിക്കൽ ലെവലാണ്. 4, 5, 6 വാക്യങ്ങൾ എന്താണ്? പ്രാക്ടിക്കൽ ലെവലാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യമാണ് ഇവിടെ സവിസ്താരം പറയുന്നത്. നമ്മൾ അനുകരിക്കേണ്ടതായിട്ടുള്ള കാര്യാദികളെ ശക്തമായിട്ട് എടുത്തു പറയുകയാണ്. അപ്പം വിശുദ്ധനായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും അതുപോലെ വിശുദ്ധരായിരിക്കണം. 2, കരുണയുള്ള ദൈവം. നമ്മുടെ ദൈവം എന്താണ്? കരുണയുള്ള ദൈവം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കരുണയുള്ളവരായിരിക്കണം. അവിടെ തന്നെ പൂർണ്ണനായതുകൊണ്ട്, ദൈവം പൂർണ്ണനായതുകൊണ്ട് നമ്മൾ ആ പൂർണ്ണതയിലേക്ക് എത്തപ്പെടണം. അതുപോലെ തന്നെ വിശ്വസ്തൻ. നമ്മുടെ കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് കർത്താവിനെ അനുകരിക്കണം. പിന്നെ സ്നേഹം. ദൈവം സ്നേഹമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് അനുകരിക്കണം. സൽഗുണപൂർണനാകയാൽ, ദൈവം സൽഗുണപൂർണനാകയാൽ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അപ്പൊ ദൈവം സൗമ്യതയുള്ള ദൈവമായതുകൊണ്ട് അവനെ മുഖം എടുത്തുകൊണ്ട് നാമും സൗമ്യതയിൽ പൂർണ്ണമായിട്ട് കാണണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇതാണ് അനുകരണത്തിന്റെ മർമ്മപ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അടുത്തതായിട്ട് നമുക്ക് എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. നമ്മുടെ പോയിന്റിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. 1-ാമത്തെ പോയിന്റ് നമ്മൾ എഴുതിയിരിക്കുന്നത് വാക്ക് ഇൻ ലവ്. സ്നേഹത്തിൽ നടക്കണം. എന്താണ്? സ്നേഹത്തിൽ നടക്കണം. അല്ലേ? അപ്പൊ സ്നേഹത്തിൽ സ്നേഹത്തിൽ നടക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ഈ നിങ്ങൾ എന്നെ അനുകരിക്കുക എന്നുള്ള പദം നമ്മളിവിടെ പറഞ്ഞതിൽ ചില കാര്യാദികൾ കൂടിയുണ്ട്. അപ്പൊ അനുകരിക്കുക എന്ന ആശയം വരുന്ന ചില പ്രയോഗങ്ങൾ, നമ്മൾ സ്നേഹത്തിലേക്ക് നടക്കുക എന്നുള്ള കടക്കത്തിലേക്ക് മുമ്പായിട്ട് അനുകരിക്കുക എന്ന ആശയം വരുന്ന ചില വാക്കുകൾ നമുക്കറിയാം. റോമ ലേഖനം 11-4 വാക്യങ്ങൾ, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികൾ ആകുവിൻ. നമുക്കറിയാം റോമാലേഖനം 11-1-4 വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്നത് ആകുവിൻ, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ. അതുപോലെ തന്നെ എഫെസ്യ ലേഖനം 5-1 ദൈവത്തെ അനുകരിപ്പിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. 1 തെസ്സലോനിക്കർ 1-8 പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികൾ ആയിരിക്കുവിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അവർ തന്നെ 1 തെസ്സലോനിക്കർ 2-4 കൊടുത്തിരുന്നത് ക്രിസ്തുവിലുള്ള ദൈവസഭയ്ക്ക് അനുകാരികളായിരിക്കും. എബ്രായ ലേഖനം 6-12 വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികൾ ആകുവിൻ. എബ്രായ ലേഖനം 6-12 അത് കൊടുത്തിരിക്കുന്നത്. വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളാകുവിൻ. അതായത് 1 പത്രോസ് 3-15 കൊടുത്തിരിക്കുന്നു നന്മയുടെ അനുകാരികളാകുവിൻ. അപ്പൊ ഇവിടെ ഒരു 6 കൂട്ട കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തത്
ഒന്നാമത്തെ എനിക്ക് തോന്നുന്നു 1 കൊരിന്ത്യർ, റോമാലേഖനമല്ല, 1 കൊരിന്ത്യർ 11 1 കൊരിന്ത്യരാന്ന് തോന്നുന്നു. 1 കൊരിന്ത്യർ, ബൈബിളിൽ 1 കൊരിന്ത്യർ 11 1-4 വാക്യങ്ങൾ. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുവൻ. 1 കൊരിന്ത്യർക്ക് ലേഖനം 11 അധ്യായത്തിന്റെ 1-4 വാക്യങ്ങളാണ്. അടുത്തത് എഫെസ്യ ലേഖനം 5:1 എന്താണ്? ക്രിസ്തുവിന്റെ അനുകാരികളായിരിക്കുന്ന പോലെ നിങ്ങൾ അനുകരിപ്പിന്ന് 1 പറയുമ്പോൾ 2 പറയുന്നത് ദൈവത്തെ അനുകരിപ്പിൻ. അപ്പം ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങളും, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരികൾ, പൗലോസ് പറയുന്നത് ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയതുകൊണ്ട് നിങ്ങൾ എന്നെ അനുകരിക്കണം, ദൈവത്തെ അനുകരിക്കണം, അനുകരിപ്പിൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 1 തെസ്സലോനിക്കർ 1:8 പറയുന്നത് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായിരിപ്പിൻ, ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായിരിപ്പിൻ. അതുപോലെ തന്നെ 1 തെസ്സലോനിക്കർ 2:4 പറയുന്നത് ക്രിസ്തുവിലുള്ള ദൈവസഭയ്ക്ക് അനുകാരികളായിരിക്കണം. അതുപോലെ തന്നെ എബ്രായ ലേഖനം 6:12 വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരണം. ഏറ്റവും ഒടുവിലായിട്ട് 1 പത്രോസ് 3:15 എന്താണ്? നന്മയുടെ അനുകാരികൾ ആകണം. അപ്പം ഇതാണ് അനുകരിക്കുക എന്ന ആശയം വരുന്ന ചില പ്രയോഗങ്ങളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് ഏറ്റവും പരമപ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്, അനുകരിക്കുക എന്നുള്ള പദത്തിന്. ഇനി നമുക്ക് ആ പോയിന്റിലേക്ക് വരാം. വാക്ക് ഇൻ ലവ്, സ്നേഹത്തിൽ നടക്കുക. 5:1-2 വാക്യങ്ങൾ ബ്രാക്കറ്റിൽ എഫെസ്യ ലേഖനം 5:1-2 വാക്യങ്ങൾ. ഓക്കെ, സ്നേഹത്തിൽ നടക്കുക. നോക്കണേ, ഇവിടെ എന്തുകൊണ്ടാണ് നാം സ്നേഹത്തിൽ നടക്കേണ്ടത്? എന്തുകൊണ്ട് നാം സ്നേഹത്തിൽ നടക്കണം? നമ്മൾ പ്രിയ മക്കളായതുകൊണ്ട്, അല്ലെ? നമ്മൾ പ്രിയ മക്കൾ ആയതുകൊണ്ട് എന്താണ്? ദൈവ കുടുംബത്തിൽ നമ്മളെ ദൈവം ചേർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹത്തിൽ നടക്കണം, അല്ലെ? കാരണം ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹം നോക്കിക്കഴിഞ്ഞാൽ അതിരുകളില്ലാത്ത സ്നേഹം. പാട്ട് പാടുമല്ലോ, എന്താണ്? അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അടുത്ത പദമാണ് അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു പദമുണ്ട്. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകൾ മനുഷ്യൻ വെക്കുന്ന കേട്ടോ, മനുഷ്യൻ വെക്കുന്ന വ്യവസ്ഥ, കണ്ടീഷൻസ് എല്ലാം മനുഷ്യൻ വെക്കുന്നതാ. അപ്പൊ ഏതൊരവസ്ഥയിലും, നമ്മുടെ ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും അതിനു നന്ദി, അതിരുകളില്ലാത്ത സ്നേഹം. യേശുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് അതിരുകളില്ലാത്ത സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥയും കൂടാതെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. പക്ഷെ ഈ ഭൂമിയിലെ സ്നേഹങ്ങളൊക്കെ എങ്ങനത്തെ സ്നേഹമാണ്? ചില കണ്ടീഷൻസ് ഉണ്ട്, ചില വ്യവസ്ഥകളുണ്ട്, അല്ലെ? നീ ഇന്ന ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ നിന്നെ ഞാൻ സ്നേഹിക്കാം, നീ ഇന്ന തരത്തിൽ നിന്നാൽ നിന്നെ ഞാൻ സ്നേഹിക്കാം. ഇതൊക്കെയാണ് ഇവിടുത്തെ കണ്ടീഷൻസ്, വ്യവസ്ഥതകൾ, വ്യവസ്ഥിതികളാണ്. പക്ഷെ വിത്തൗട്ട് എനി കണ്ടീഷൻസ്, ഒരു രീതിയിൽപ്പെട്ടതായിട്ടുള്ള വ്യവസ്ഥകളും ഇല്ലാതെ, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥയും കൂടാതെ നമ്മളെ സ്നേഹിക്കുന്ന ഏക സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ്. പ്രത്യേകാൽ യേശു കർത്താവിന്റെ ക്രൂശിലെ സ്നേഹമാണ്, അല്ലേ? യേശു കർത്താവിന്റെ ക്രൂശിലെ സ്നേഹമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ സ്നേഹം. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെയൊക്കെ രഹസ്യ പ്രാർത്ഥനകളിൽ നമ്മൾ പ്രാർത്ഥിക്കും. കർത്താവ് രഹസ്യ പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കണം, അറയിൽ കടന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ പ്രാർത്ഥിക്കാൻ കയറിയിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. എന്ത് ക്ഷമിച്ച് പ്രാർത്ഥിക്കണം? മറ്റുള്ളവർ നമുക്കെതിരെ ചെയ്തിട്ടുള്ള സകല പിഴകളെയും, തെറ്റുകളെയും, ശത്രുക്കൾ നമുക്കെതിരെയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം? കർത്താവേ, അവന്റെ തലയിൽ ഇടുത്തി വീഴണേ എന്നാണോ? അല്ല, ക്ഷമിച്ചു പ്രാർത്ഥിക്കണം. ക്ഷമയുടെ പ്രാർത്ഥന വെളിപ്പെടണം.
അതാ ക്രൂശിൽ നമുക്ക് കാണാൻ കഴിയണേ. ഗത്സമന മുതൽ ഗബത, ഗബത മുതൽ ഗോൾഗോത്ത, ഇത്രയും തലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സകല വ്യക്തികളെയും അവര് കാണിച്ചിട്ടുള്ള സകല തെറ്റുകളെയും ക്രൂശി കിടക്കുന്ന ക്രിസ്തു എങ്ങനെയാ പ്രാർത്ഥിച്ചത്? കർത്താവെ, ഗത്സമനയിൽ കാണിച്ചു കൊടുത്ത യൂത മുതൽ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്റെ അവസാനത്തെ കുത്തുമിട്ട് നിർത്തിയിരിക്കുന്നവൻ വരെ ഒറ്റ എണ്ണത്തിന് ഗതി പിടിക്കല്ലേ. ഇവന്റെയൊക്കെ തലയിൽ അങ്ങനെയാണോ യേശു പ്രാർത്ഥിച്ചേ? ക്രൂശിലെ സ്നേഹമാകുന്ന രണ്ട് കരങ്ങൾ നീട്ടി വെച്ചിരിക്കുന്നത്, ഇത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിച്ചു, ഇത്രമാത്രം നിന്നെ ഞാൻ സ്നേഹിച്ചു. ആഴമേറിയ സ്നേഹത്തിൽ കിടന്നുകൊണ്ട് ക്രിസ്തു തന്നെ ആ സമയത്തും ദ്രോഹിക്കുന്നവരെ നോക്കി താഴെ നിന്നൊക്കെ തല കുലുക്കിക്കൊണ്ട് ഇല്ലാ കഥകൾ പറഞ്ഞ് ബ്രാഗിക്കൊണ്ടിരിക്കുന്ന, വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്ന, അട്ടഹസിക്കുന്ന, ചീട്ടിട്ടുകൊണ്ടിരിക്കുന്ന, എല്ലാം ചെയ്തിട്ട് താഴെ തൃപ്തിയായിട്ട് നിൽക്കുന്നവരെ നോക്കിയിട്ട് യേശു പറയുന്നു, പിതാവേ, ഇനി നിങ്ങൾ പറ, പിതാവേ, ഇവർ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്, പറയുന്നത്, ചിന്തിക്കുന്നത് ഇന്നതെന്ന് അവരറിയാത്തത് കൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്നാണോ? അല്ല, അവരോട് ക്ഷമിക്കണമേ എന്നുള്ള ക്ഷമയുടെ പ്രാർത്ഥന പ്രാർത്ഥിച്ച യേശുവിന്റെ സ്നേഹം മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും എന്ത് ചെയ്യണം? സ്നേഹത്തിൽ ജീവിക്കണം, സ്നേഹത്തിൽ വളരണം. ക്രിസ്തുവിന്റെ സ്നേഹം എന്തായിരുന്നു? ക്ഷമിക്കുന്ന സ്നേഹം, അല്ലേ? ക്ഷമിക്കുന്ന സ്നേഹം ദൈവീക ഭാവം, നാഥൻ കൊതിക്കും സ്വഭാവം. ക്ഷമിക്കുന്ന സ്നേഹം ദൈവീക ദാനം, മണ്ണിൽ സമാധാന മാർഗം. അപ്പൊ ക്ഷമിക്കുന്ന സ്നേഹം. അപ്പൊ സ്നേഹത്തിൽ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? ഹലോ, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി, രക്തജയം. ഇതല്ല ദൈവം ഉദ്ദേശിച്ചത്. ഇതാണോ സ്നേഹത്തിൽ നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? പ്രിയ മക്കളാകുവാൻ നമുക്ക് അധികാരം തന്ന ആ കർത്താവായ യേശു കർത്താവ് നമ്മളെ ദൈവ കുടുംബത്തിന്റെ അംശികളാക്കി ചേർത്ത് വെച്ചിരിക്കുന്നു, അല്ലേ? അതൊരു പദവിയാണ്, അല്ലേ? അതൊരു പദവിയാണ്. അപ്പം ആ പദവിയിൽ നിൽക്കുന്ന വ്യക്തികൾ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. അങ്ങനെയാണോ? ഇപ്പൊ നമുക്കെതിരെ പഴി പറഞ്ഞവരുടെ പുറകെ നടന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? തെറി വിളിച്ചുകൊണ്ടിരിക്കുക, അവന്റെ അനർത്ഥത്തിൽ, അല്ലേ, സന്തോഷിച്ചുകൊണ്ടിരിക്കുക. കണ്ടില്ലേ, എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. സ്തോത്രം, അല്ലേ? പല്ലിന് പരം പല്ല്, കണ്ണിന് പരം കണ്ണ്, അല്ലേ? പ്രവൃത്തിക്ക് പരം പ്രവൃത്തി. പഴയ നിയമത്തിൽ നിന്നും ആരും ഇതുവരെ എത്തിയിട്ടില്ല. പെന്തക്കോസ്ത് സമുദായങ്ങൾ മൊത്തം ഇപ്പൊ പഴയ നിയമത്തിൽ കിടക്കുക. കാരണം അതുണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ. സങ്കീർത്തനം പഴയ നിയമം അല്ലേ? പഴയ നിയമം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അർത്ഥവത്താൽ അതിലെല്ലാം യേശു അടങ്ങിയിട്ടുണ്ട്, അതിലെല്ലാം യേശു ഉണ്ട്. പക്ഷെ അതിൽ കിടക്കുന്ന യേശുവിനെ ആരും പുറത്തു കൊണ്ടുവരുന്നില്ല. അതിൽ കിടക്കുന്ന വ്യക്തികളെ എല്ലാവരും എന്ത് ചെയ്യുന്നു? പുറത്തു കൊണ്ടുവരുന്നു. മനസ്സിലാവുന്നോ പ്രിയപ്പെട്ടവരെ? പഴയ നിയമത്തിൽ മൊത്തം നിഴലായി കിടക്കുന്നത് യേശുവാണ്. ആ യേശുവിനെ ആരും പുറത്തു കൊണ്ടുവരുന്നില്ല. ആ യേശുവിനെ ആരും എന്ത് ചെയ്യുന്നില്ല? അതിന്റെ തരത്തിൽ കൊണ്ടുവരുന്നില്ല. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പൊ നമുക്ക് അതാണ് നമ്മുടെ പിന്നാലെ നമ്മൾ പാഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അതല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ആ സ്നേഹത്തിൽ, അല്ലേ? ദൈവം നമുക്ക് സ്നേഹത്തിൽ നടക്കുക എന്നുള്ളതിന്റെ മാതൃക ഒത്തിരി കാണിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ നമുക്കറിയാം, ചാപ്റ്റർ ഓഫ് ലവ്, സ്നേഹത്തിന്റെ അധ്യായം എന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലേ? മറുഭാഷയിൽ ഞാൻ ഭാഷണം ചെയ്താലും അവിടെ ഒത്തിരി കാര്യം അതിൽ പറയുന്നുണ്ട്. അപ്പം ആ ഒരു തരത്തിൽ ക്രിസ്തു എന്താണോ അതിൽ സ്നേഹമായിരുന്ന ക്രിസ്തു, അല്ലേ? ക്രിസ്തു ആരായിരുന്നു? സ്നേഹമായിരുന്നു. ദൈവം സ്നേഹമായതുകൊണ്ട് ആ സ്നേഹത്തിൽ നടക്കണം എന്ന് പുതിയ നിയമസഭയെ ഉത്ബോധിപ്പിക്കുകയാണ്. സ്നേഹത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹത്തിൽ അപ്പം സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല, സ്നേഹം എന്ത് ചെയ്യുന്നില്ല? അത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഇനി രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് വെളിച്ചത്തിൽ നടക്കണം. ഒന്ന് സ്നേഹത്തിൽ നടക്കണമെങ്കിൽ, രണ്ടാമതായിട്ട് വചനം പറയുന്നു നമ്മൾ എന്ത് ചെയ്യണം? വെളിച്ചത്തിൽ നടക്കണം. അപ്പം പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും പിതാവായ ദൈവം
അപ്പോ 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 പിതാവായ ദൈവത്തെ നമ്മൾ അനുകരിക്കുന്നുണ്ട്, പിതാവായ ദൈവത്തിൽ നമ്മൾ ആശ്രയം വയ്ക്കുന്നുണ്ടെങ്കിൽ പോലും വെളിച്ചം ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ വെളിച്ചം അത് യേശു കർത്താവ് മാത്രമാണ്. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദിസ് വേൾഡ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്താണ്? ഞാൻ സ്നേഹമാകുന്നു എന്ന് പറഞ്ഞ യേശു, അതേ യേശുവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യേശു പറയും ഞാൻ ലോകത്തിന്റെ വെളിച്ചമായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വെളിച്ചത്തിന്റെ മക്കളായി നടക്കണം. വെളിച്ചത്തിന്റെ മക്കളായി നടക്കണം, അല്ലേ? അതിലെ 5:3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണും വെളിച്ചത്തിൽ നടക്കുക. നേരത്തെ പറഞ്ഞു സ്നേഹത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. അപ്പോ സ്നേഹത്തിൽ നടക്കുക, കാരണം ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നു? വിലയ്ക്ക് വാങ്ങിയിരിക്കുക. എവിടെ? സ്നേഹത്തിൽ നടക്കുക. പാപാന്തകാരത്തിൽ കിടന്ന നമ്മളെ ദൈവം എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. ഏദൻ പൂങ്കാവനത്തിൽ ആദം ഹവ്വ ദമ്പതികൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് പാപത്തിൽ വീണുപോയപ്പോൾ അവരെ വീണ്ടെടുക്കുവാൻ, അവരെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ചെയ്ത പദ്ധതിയാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാട്. ഈ സ്നേഹത്തിൽ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമക്കൾ മനസ്സിലാക്കുക, ദ ബ്ലഡ് ഓഫ് ജീസസ്. കഴിഞ്ഞ ദിവസം ഞാൻ വെളിച്ചത്തിൽ വരട്ടെ, വെളിച്ചത്തിൽ നടക്കുക എന്നുള്ളതിൽ ഞാൻ വരാം. അപ്പൊ സ്നേഹത്തിൽ നടക്കുക എന്നുള്ളതിന്റെ ഒരു പദം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങളുടെ വീടിനടുത്ത് തൊട്ട് കുറച്ച് ഒരു അകലെയായിട്ട് ഞാനിങ്ങനെ ഒരു ഈവനിങ് വാക്കായിട്ടൊക്കെ ഞാൻ പോകും. നമുക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് എന്റെ കുറെ ഒത്തിരി സ്നേഹിതന്മാരുണ്ട്, ദൈവദാസന്മാര്. അപ്പൊ ഞാൻ അങ്ങനെ പോയ സമയത്ത് ഒരു കവന പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനുണ്ട്. ഒരു പുള്ളി നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പം ആ ഉദ്യോഗ പദവിയിൽ ഇരിക്കുമ്പോൾ ലക്ഷങ്ങൾ വരുമാനമുള്ള ഒരു ദൈവദാസനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് കവന പ്രസംഗമാണ്. അദ്ദേഹത്തിന്റെ വാഹനവുമായിട്ട് ഇറങ്ങി എവിടെയെങ്കിലും തെരുവിൽ ചെന്ന് വചനം പ്രസംഗിക്കും. അപ്പൊ എന്നോട് ഇങ്ങനെ സംസാരിച്ചു വന്ന സമയത്ത് പറയാം, എന്റെ പൊന്നു ദേവദാസനെ, ഞാൻ ഈ വരുന്ന വഴിയിൽ മൊത്തവും ബോർഡ് കണ്ടു, കൺവെൻഷൻ, ഇഷ്ടംപോലെ കൺവെൻഷന്റെ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടാണ് വരുന്നത്. പക്ഷെ എന്റെ ഒരു ദുഃഖം, പുള്ളി പറയാ, ഈ കൺവെൻഷനുകളിൽ നടക്കപ്പെടുന്ന എല്ലാ കൺവെൻഷനും അനുഗ്രഹമാണ്, ഏറ്റവും അനുഗ്രഹമാണ്, വരുന്നവർക്ക് വിടുതലാണ്, എല്ലാ കാര്യം ശരി തന്നെയാണ്. പക്ഷെ പുള്ളി പറയുന്നു, പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെ കൺവെൻഷനുകളിൽ സുവിശേഷ മഹായോഗവും സംഗീതാരാധനയും അല്ലെങ്കിൽ സംഗീത വിരുന്നും ഇങ്ങനെയൊക്കെ ഉള്ള പോസ്റ്ററിൽ ഉണ്ടായിരുന്നു. അന്ന് സുവിശേഷ മഹായോഗം ആയിരുന്നു. കാരണം ഒരു സുവിശേഷ മഹായോഗം സുവിശേഷ മഹായോഗം ആകുന്നത് അവിടെ മറ്റൊന്നിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോഴല്ല, യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോഴാണ്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ വേദനാജനകമായ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം, ഈ ക്ലാസ്സിൽ കേൾക്കുന്നവരോട് പറയാം. അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററെ, ഇന്ന് ഒരു കൺവെൻഷൻ സ്റ്റേജുകളിലും യേശുവിന്റെ രക്തത്തെ പറ്റി പ്രസംഗിക്കുന്നില്ല. യേശുവിന്റെ രക്തത്തെ പറ്റി പ്രസംഗിക്കുന്നില്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു വരുമ്പോൾ തന്നെ യേശുവിന്റെ രക്തത്തെ പറ്റി ഇന്ന് ഒരു കൺവെൻഷൻ സ്റ്റേജുകളിലും ഒരു സുവിശേഷ മഹായോഗങ്ങളിലും കേൾക്കാൻ പറ്റുന്നില്ല. മറ്റു സമുദായത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവര് അവരുടെ സമുദായത്തെ മാത്രം എടുത്തു പറഞ്ഞിട്ട് അവർ പറയുന്നു, ഞാൻ ഇന്ന സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്, അവിടെ വന്ന് കർത്താവ് എന്നെ വിടുവിച്ചു, എന്നെ കൊണ്ടുവന്നു, സാക്ഷ്യങ്ങൾ പറയുന്നു. സാക്ഷ്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ സുവിശേഷ മഹായോഗങ്ങളിൽ ആരും എന്ത് പറയുന്നില്ല? ദ ബ്ലഡ് ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിന്റെ രക്തത്തെ പറ്റി പറയുന്നില്ല. ആബേലിനേക്കാൾ ഗുണകരമായ ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിലയേറിയ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം, യേശു കർത്താവിന്റെ രക്തത്തെ പറ്റിയുള്ള പ്രസംഗങ്ങൾ ഇന്ന് കേൾക്കുന്നില്ല. ശരിയല്ലേ? ഞാനിത് പറയുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന നമ്മുടെ വ്യക്തികൾക്ക് അത് അറിയുവാൻ കഴിയും. എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ? നിങ്ങൾ അറിയുന്നുണ്ടോ? ഇന്ന് ഒരു കൺവെൻഷൻ പ്രസംഗങ്ങളിലും സുവിശേഷ മഹായോഗങ്ങളിലും എന്തില്ല? യേശുവിന്റെ രക്തം, അതായത് യേശു കർത്താവിന്റെ രക്തത്തെ കുറിച്ചുള്ള ഒരു പ്രസംഗമില്ല. അദ്ദേഹം അവനോട് പറഞ്ഞ വളരെ വേദനാജനകമായ ഒരു വാക്കാണ്. പക്ഷെ കേട്ടപ്പോൾ ഞാനും ഒരു നിമിഷം അവിടെ നിന്ന് ചിന്തിച്ചു, ശരിയല്ലേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്റെ പ്രസംഗത്തിൽ മൊത്തവും യേശുവിന്റെ രക്തമാണ്. അതാണ് ഏകരക്ഷ, ഏകമാർഗം, ഏക സത്യം, ഏക ജീവൻ. അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ അത് കൂടാതെ ഉള്ള എന്ത് പ്രസംഗവും സുവിശേഷ മഹായോഗമല്ല. നമ്മുടെയൊക്കെ
സംസാരത്തിന്റെ ഭാഗവത്വം കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും നമുക്ക് എന്തും പറയാം. പക്ഷേ ഒരു സുവിശേഷ മഹായോഗമായി അവിടത്തെ ഉള്ള ജനങ്ങൾ യേശുവിനെ തിരിച്ചറിയണമെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? യേശുവിന്റെ രക്തത്തെ പറ്റി പ്രസംഗിക്കണം. ഈ അടുത്തയാടെ നമുക്കറിയാലോ, പണ്ട് നമ്മുടെ ഒരു ടീച്ചർ പുള്ളിക്കാരി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്: തന്നെത്താൻ രക്ഷിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് യേശു എങ്കിൽ ആ യേശുവിനെയാണ് ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നത്. എടാ, സ്വയം രക്ഷിക്കാൻ പറ്റാത്ത ദൈവമോ? അവർ പറഞ്ഞൊരു പദമാ, സ്വയം രക്ഷിക്കാൻ പറ്റാത്ത ഒരു ദൈവമോ? തല കുമ്പിട്ട് നിൽക്കുക പലരും. പക്ഷെ അവിടെ വിലയേറിയതെന്ന് പറയുന്നത് യേശുവിന്റെ രക്തത്തെ പറ്റിയാണ്. എന്തുകൊണ്ട് യേശു അവിടെ മിണ്ടാതെ കടന്നു എന്നുള്ളത് ചേച്ചിക്ക് അറിയത്തില്ല, ചേച്ചിക്ക് അറിയത്തില്ല, അല്ലേ? അവര് നോക്കുമ്പോൾ പരാജയപ്പെട്ട് കിടക്കുന്ന അവരുടെ ചിന്ത, നത്തിങ്, നോ ഒന്നുമല്ല. അവിടെ പരാജയപ്പെട്ട് കിടക്കുന്ന യേശു അല്ല, വിജയശ്രീ ലാലിതരായിട്ട് കിടക്കുന്ന ഒരു യേശുവാ. സ്വന്തം രക്തം കൊടുത്തിട്ട് കിടക്കുക. ആ രക്തത്തിന്റെ ഗുണത്തെ പറ്റിയും ധർമ്മത്തെ പറ്റിയും ആ രക്തത്തിന്റെ ഓരോ കാര്യങ്ങളെ പറ്റി പ്രസംഗിച്ചാൽ അത് കേൾക്കുന്നവൻ എന്ത് ചെയ്യും? മാനസാന്തരപ്പെട്ട് മടങ്ങി വരും. പണ്ടത്തെ കൺവെൻഷൻ പ്രസംഗങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ, ഓർഡർ കോൾ വിളിക്കുന്ന സമയം ദൈവമക്കൾ എല്ലാവരും മുൻപോട്ട് വരുമായിരുന്നു. പലരും അന്ന് യേശുവിനെ കർത്താവ് രക്ഷകനായിട്ട് സ്വീകരിക്കാൻ വേണ്ടി ഇടിച്ചു കയറുമായിരുന്നു. ഇന്നോ അങ്ങനെ ആരും വിളിക്കാറില്ല, അത് വേറെ വിഷയം. പുതിയതായിട്ട് രക്ഷിക്കപ്പെടാറുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി വന്ന് പൊതുവെ ഒരു കൺവെൻഷൻ സ്റ്റേജിൽ വിളിക്കാറില്ല. ഞാൻ കാണുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്, ആരും വിളിക്കാറില്ല. ഉള്ളവർ തന്നെ വരുന്നു. കുറച്ച് പെന്തക്കോസ്തുകാർ IPC കൺവെൻഷൻ വെച്ച് കഴിഞ്ഞാൽ IPC പെട്ട ആൾക്കാർ കൂടുന്നു, ചർച്ചക്കൂടുകാരെ വെച്ചാൽ ചർച്ചക്കൂടുകാർ കൂടുന്നു. അങ്ങനെ ഓരോ സമുദായക്കാർ വെക്കുന്നു, അവരെല്ലാവരും കൂടുന്നു, സ്തോത്രം പറയുന്നു, സ്തോത്ര കാഴ്ച എടുക്കുന്നു. അവർ പറയും ഞങ്ങളും കൺവെൻഷൻ വെച്ചു. എന്തുകൊണ്ട് ഗുണം? ദേശത്തിനും ഗുണമില്ല, നാട്ടുകാർക്കും ഗുണമില്ല, വീട്ടുകാർക്കും ഗുണമില്ല, ആർക്കും ഗുണമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ കൺവെൻഷൻ മീറ്റിംഗിൽ എത്തപ്പെടുകയാണ്. അപ്പോ യേശുവിന്റെ സ്നേഹത്തെ പറ്റി പറയുമ്പോൾ യേശുവിന്റെ രക്തം അത് ഏറ്റവും പരമപ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ക്രിസ്തു കാണിച്ച പ്രവൃത്തി പദം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇവിടെ പഠിക്കുമ്പോൾ നമുക്ക് വളരെ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ടാമത് നമ്മൾ വന്നത് സ്നേഹത്തിൽ നടക്കുക, 5:1 മുതൽ 2 വരെ സ്നേഹത്തിൽ നടക്കുക എന്നുള്ള പദം കൊടുത്തിരിക്കുമ്പോൾ 5:3 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? വെളിച്ചത്തിൽ നടക്കുക എന്നുള്ളതാണ്. വെളിച്ചത്തിൽ നടക്കുക. നമ്മളെന്താണ് വെളിച്ചത്തിൽ നടക്കണം എന്നുള്ള പദത്തെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ. എന്താണ് വെളിച്ചത്തിൽ നടക്കുക? വെളിച്ചത്തിൽ നടക്കുക എന്നുള്ള പദം പാപത്തിന്റെ അന്ധകാര ശക്തിയിൽ നിന്ന് നമ്മെ ദൈവം എന്ത് ചെയ്യുക? വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ഇനി ആ പാപം എന്ന അന്ധകാരത്തെ, ആ ചേറ്റിനെ, ആ ഇരുളിനെ നമ്മളെ മൂടി വയ്ക്കുവാൻ കഴിയത്തില്ല, പിടിച്ചടക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ വെളിച്ചത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തു നമുക്ക് കാട്ടിത്തന്ന ഈ വെളിച്ചത്തിൽ, ക്രിസ്തീയ വെളിച്ചത്തിൽ നമ്മൾ നടക്കണം. ക്രിസ്തീയ വെളിച്ചത്തിൽ. നമ്മൾ ഒരു സമയത്ത് ഇരുട്ടിലായിരുന്നു, അല്ലേ? പണ്ട് മാമുനിമാർ പാടി, അസത്തോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതംഗമയ. അപ്പം അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എന്നെ ആര് കൊണ്ടുപോകും? പിന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, നോക്കണേ ആ പദം, ഇരുട്ടിൽ കിടക്കുന്ന എന്നെ വെളിച്ചത്തിലേക്ക് ആര് കൊണ്ടുപോകും? ചോദിച്ച ചോദ്യമാ. മാമുനിമാര് പണ്ട് കാലഘട്ടങ്ങളിൽ അവർ തപസ് ചെയ്യുമ്പോൾ ഘോരം പറഞ്ഞ വാക്കാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നെ ആര് കൊണ്ടുപോകും? ചോദ്യങ്ങൾ അവിടെ ഇങ്ങനെ കിടക്കുമ്പം കാലത്തികവെങ്കിൽ കന്യകയിൽ കാലിക്കുട്ടി ജനമെടുത്ത കർത്താവായ യേശു ക്രിസ്തു ഒരുവൻ നിന്ന് പറഞ്ഞു, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും എവിടെ എത്തുന്നില്ല? വെളിച്ചത്തിൽ എത്തുന്നില്ല. വെളിച്ചത്തിന്റെ ക്രിസ്തു ഈ ലോകത്തിൽ വന്നിട്ട് ലോകത്തിന്റെ പ്രകാശമായി മാറിയവൻ പറയുകയാണ്, ഞാൻ തന്നെയാണ് വെളിച്ചം. വെളിച്ചത്തിലേക്ക് നിങ്ങൾ കടക്കണമെങ്കിൽ ഞാനാകുന്ന വാതിലൂടെ അല്ലാതെ നിങ്ങൾക്ക് ഈ വെളിച്ചത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തില്ല. നോക്കൂ പ്രിയപ്പെട്ടവരെ, അന്ധകാരത്തിൽ കിടന്ന നമ്മളെല്ലാവരും അന്ധകാരത്തിൽ കിടക്കുകയായിരുന്നു, അല്ലേ? പൈശാചിക അന്ധകാരത്തിൽ കിടന്ന നമ്മളെ ദൈവം വിളിച്ചു വേർതിരിച്ച് ഇന്ന് വെളിച്ചത്തിന്റെ മക്കളാക്കിയെങ്കിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്. ദൈവത്തിന്റെ സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പാടാൻ, സന്തോഷത്തോടെ ദൈവത്തിന്റെ സ്തോത്രം പറയാൻ. അതെ, ദൈവം എന്നെ വെളിച്ചത്തിലാക്കിയിരിക്കുക. നാം ഇനി ഇരുളിന്റെ സന്തതികളല്ല, ഇരുട്ടിന്റെ മക്കളല്ല ഉള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം?
വെളിച്ചത്തിൽ നടക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, അതുകൊണ്ട് വെളിച്ചത്തിൽ നടക്കണം. അപ്പം അതിനുവേണ്ടി മൂന്ന് അതിപ്രധാനപ്പെട്ട എന്താണ് അടിസ്ഥാനത്തിന്മേൽ പൗലോസ് എന്ത് ചെയ്യുന്നു, തെളിയിക്കുന്നു. മൂന്ന് തരത്തിൽപ്പെട്ട അടിസ്ഥാനത്തിലൂടെ പൗലോസ് അത് തെളിയിക്കുകയാണ്, അല്ലെ? ഈ സത്യത്തെ, ഈ വെളിച്ചമാകുന്ന സത്യത്തെ മൂന്ന് അതിപ്രധാന അടിസ്ഥാനത്തിന്മേൽ പൗലോസ് എന്ത് ചെയ്യുന്നു, തെളിയിക്കുകയാണ്. ഒന്ന്, പാപത്തെ പരിത്യജിച്ച വിശുദ്ധന്മാർ. പാപത്തെ പരിത്യജിച്ച വിശുദ്ധന്മാർ, അല്ലെ? 5-ന്റെ 3-ഉം 4-ഉം വാക്യങ്ങളിലാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത്. നാം വിശുദ്ധന്മാരാണ്, ദൈവകൃപ ലഭിച്ചവരാണ്. എന്താണ്? അതുകൊണ്ട് ലോകമാലിന്യം വിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വെളിച്ചത്തിൽ നടക്കണമെന്ന് പറഞ്ഞാൽ ആ വിശുദ്ധിയിൽ നടക്കണം. പാപത്തെ പരിത്യജിച്ച വിശുദ്ധന്മാരെ കുറിച്ചാണ് ഇവിടെ. അപ്പം ഇവിടെ ബൈബിൾ വെളിപ്പാട് പുസ്തകം കൊടുത്തിരിക്കുന്ന വിശുദ്ധൻ തന്നെ എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കട്ടെ, അല്ലെ? വിശുദ്ധൻ തന്നെ എന്ത് ചെയ്യണം? അപ്പം വിശുദ്ധന്മാർക്ക് ചേർച്ചയല്ലാത്ത 5 വിധ പാപങ്ങളുണ്ട്. വിശുദ്ധന്മാർക്ക് ചേർച്ചയില്ലാത്ത 6 വിധ പാപങ്ങൾ. 5 വിധ പാപങ്ങളല്ല, 6 വിധ പാപങ്ങൾ. വിശുദ്ധന്മാർക്ക് ചേർച്ചയില്ലാത്ത 6 വിധ പാപങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, ദുർനടപ്പ്. ഒന്നാമത്തെ എന്താണ്? ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ ഫോർണിക്കേഷൻ. ദുർനടപ്പ്, ഫോർണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദുർനടപ്പ്, ദൈവത്തെ വിട്ടിട്ടുള്ള നടപ്പ്, തെറ്റായ നടപ്പ്, അതായത് മദ്യം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ മറ്റു പല തലങ്ങളിൽ ഒരുള്ള തെറ്റായുള്ള നടപ്പ്. 3, എന്താണ്? നിയമപരമല്ലാത്തയുള്ള ലൈംഗിക വീഴ്ച. മനസ്സിലായില്ലേ? അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ദുർനടപ്പ് എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ സങ്കീർത്തനം 1-ൽ പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴി നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ദുഷ്ട നടപ്പുകൾ നമുക്കിവിടെ കാണുവാൻ കഴിയും, അല്ലെ? അപ്പോ ഒത്തിരി ഈ ദുർനടപ്പില് പ്രധാനപ്പെട്ട പദം, പ്രധാനമായിട്ടും ദുഷ്ടനടപ്പ് എന്നുള്ള പദം ഫോർമിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത്, ചില ബുക്സുകൾ കാട്ടുന്നത് എന്താണ്? സെക്സ്വൽ സിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്, ലൈംഗിക പാപം എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തെ മലിനമാക്കുന്ന എന്താണ്? മറ്റ് ലഹരി വസ്തുക്കൾ, അത് മദ്യമായിട്ടെ, മയക്കുമരുന്നിലായിക്കോട്ടെ, ലഹരി വസ്തുക്കൾ മറ്റു പലതും. അപ്പൊ അങ്ങനത്തെ ഉള്ളത് ഇതെല്ലാം എന്താണ്? ദുർനടപ്പാണ്, തെറ്റായ ദൈവ വഴി വിട്ടിട്ടുള്ള. അപ്പൊ ഇതിന് ഞാൻ വേറൊരു ബുക്ക്ലെറ്റ് വായിച്ചപ്പോൾ അതിന്റെ ഡിക്ഷണറി പറഞ്ഞിരിക്കുന്നത്, ദൈവ വഴി വിട്ടിട്ടുള്ള എന്തിനേയും എന്താണ്? തെറ്റായ നടപ്പ്. അപ്പൊ വിശുദ്ധന്മാർക്കുള്ള നടപ്പ് എന്താണ്? വിശുദ്ധിയിലുള്ള നടപ്പാണ്. വിശുദ്ധന്മാർക്കുള്ള നടപ്പ് വിശുദ്ധിയിലുള്ള നടപ്പാണ്. നമ്മളിവിടെ എഴുതിയത് എന്താണ്? പാപത്തെ പരിത്യജിച്ച വിശുദ്ധന്മാർ. പാപത്തെ പരിത്യജിച്ച വിശുദ്ധന്മാർ, അല്ലെ? അവരിൽ എന്തോ ഇല്ലായിരുന്നു, പരിത്യജിക്കുക. അവർ എന്നേക്കുമായിട്ട് കളഞ്ഞിരിക്കുന്നത് എന്താണ്? ദുർനടപ്പ് അവരുടെ ജീവിതത്തിൽ. അപ്പം ഇതൊക്കെ എന്താണ്? മാരക പാപങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ദുർനടപ്പ്, തെറ്റായ നടപ്പ്. അപ്പം അതില് കുറെ വ്യക്തികൾ ഒരു വിഷയം മാത്രമേ എടുക്കുന്നുള്ളൂ, ലൈംഗികമായിട്ടുള്ള പാപം. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്? ദുർനടപ്പ് എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ സഭയിൽ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ, ഒരു പ്രവാചകൻ വന്നിട്ട് നമ്മളിലുള്ള വ്യക്തിയെടുത്ത്, ഒരു സഹോദരി എടുത്ത് പറയുക, മോളെ, ദൈവാത്മാവ് ഇങ്ങനെ കാണിക്കും നിന്റെ രഹസ്യ പാപം,
ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ്? ഫ്രണ്ടിൽ ഇരിക്കുന്ന അപ്പുറത്തും വീട് തിരിഞ്ഞു നോക്കും, ഈ സഹോദരിയോ ഇവളോ? അപ്പൊ അവർക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും കൂടെ അസുഖം കൂടെ ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ചിന്തിച്ച രഹസ്യ പാപം വേറെയാ, അല്ലേ? നമ്മൾ ചിന്തിച്ചത് സെക്സസ് സിന്നാ നമ്മൾ ചിന്തിച്ചത്, അതല്ല. അല്ലാതെ എത്രയോ പാപങ്ങളുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇതിനകത്ത് രണ്ട് ഡിബേറ്റ്സ്, ഇതിനകത്ത് പല പല ഡിബേറ്റ്സുകൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഒരു കൂട്ടം വ്യക്തികൾ പറയുന്നു ദുർനടപ്പ് എന്ന് പറയുമ്പോൾ സെക്സ്വൽ സിന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗികമായിട്ടുള്ള പാപങ്ങൾ അത് ദുർനടപ്പാണ്, തെറ്റായിട്ടുള്ള നടപ്പാണ്, നിയമം അനുശാസിക്കുന്ന ലെവലല്ല, നിയമമല്ലാത്ത രീതിയിൽ. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോഴത്തെ ഗവൺമെന്റ് നിയമം വെച്ചിരിക്കുക, അല്ലെ? ഇപ്പോഴത്തെ ഗവൺമെന്റ് നിയമം വെച്ചിരിക്കുന്നത് എന്താണ്? പ്രായപൂർത്തിയായവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഒരുമിച്ച് ജീവിക്കാം, ഒരു കുഴപ്പമില്ല. ഇപ്പൊ നിയമം അനുശാസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ഈ പദമായിട്ട് എന്താ അർത്ഥം വരും? എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള നിയമം എന്താണെന്നുള്ളത് നമ്മൾ ഇവിടെ ചോദിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ചോദിച്ചു വരുമ്പോൾ കൊരിന്ത്യർ ലേഖന പുസ്തകം വായിക്കുന്ന സമയത്തും മറ്റു പല പുസ്തകങ്ങളിൽ ലേഖനങ്ങൾ വായിക്കുന്ന സമയത്തും അതിനകത്ത് കൊടുത്തിരിക്കുന്ന മാരകമായിട്ടുള്ള പല പാപങ്ങളുണ്ട്. പക, പിണക്കം, ജാരസംഘ, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, ഇതെല്ലാം മാരക പാപങ്ങളാണ്, അതെല്ലാം ദുർനടപ്പാണ്, അല്ലേ? എന്റെ ജീവിതത്തിൽ എന്തുണ്ട്? ആഭിചാരം ഉണ്ടെങ്കിൽ, ആഭിചാരം എന്ന് പറഞ്ഞാൽ മത്സരം ആഭിചാരം പോലെയാ. അപ്പൊ നമ്മൾ പറയും ഞാൻ ആഭിചാരം ചെയ്യുന്നില്ല, എന്റെ വീടിന് അപ്പുറത്തുള്ള വ്യക്തി എനിക്ക് അങ്ങ് ആഭിചാരം ചെയ്യുക. ഡോറി ഇത് കേൾക്കാതിരിക്കുന്ന ആൾക്കാര് ആഭിചാരം ഞാൻ ചെയ്തോണ്ടിരിക്കുക. എന്താ? മത്സരം. അവൻ ആ വീട് വെച്ചെങ്കിൽ എനിക്ക് ഈ വീട്, അവൻ ആ കാർ എടുത്തെങ്കിൽ എനിക്ക് ഈ കാർ, അവൻ അങ്ങനെ പ്രസംഗിച്ചെങ്കിൽ എനിക്ക് ഇങ്ങനെ പ്രസംഗിക്കണം, അവൻ അങ്ങനെ പാടിയെങ്കിൽ എനിക്ക് ഇങ്ങനെ പാടിക്കണം, അവൾ ഇങ്ങനെ കൈയടിച്ചെങ്കിൽ എനിക്ക് ഇങ്ങനെ കൈയടിക്കണം. മത്സരിക്കുക. മത്സരം എന്താണ്? ആഭിചാരമാണ്. അപ്പം നമ്മളിവിടെ ആഭിചാരം ചെയ്തോണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറയും, സ്വന്തം കണ്ണി ഇരിക്കും എത്ര അധികമുള്ള തേക്കന്റെ കഷ്ണം. നമ്മൾ മറ്റുള്ള പൊടി ഊതുക. ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ വളരെ മനസ്സിലാക്കണം കാര്യം ആഭിചാരം, പകയില്ലേ? എന്തോ പകയ, ഒരപ്പത്തിന്റെ അംശങ്ങൾ എന്ന് പറയുകയും ചെയ്യും. പക, പിണക്കം, ജാരസംഘം, അല്ലേ? ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ. ഇതൊക്കെ അസൂയൊക്കെ ഉള്ളിൽ കിടക്കുക. ഇപ്പൊ മാരക പാപങ്ങളുണ്ടെല്ലാം. ഇതൊക്കെ തെറ്റായ നടപ്പാണ്, ദുർനടപ്പാണ്. അപ്പൊ അതിൽ നമ്മള് ഒരു സെക്സ്വൽ സിൻ, അതായത് നിയമപരമല്ലാത്ത പാപം എന്ന് പറയുമ്പോൾ നിയമം ഇവിടെ അനുശാസിക്കുന്നുണ്ട്. ഇന്ത്യയിൽ പാർക്കുന്ന ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീക്കും നിയമം അനുശാസിക്കുന്ന പലതുമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദുർനടപ്പ്. 2, അശുദ്ധി. 1 ദുർനടപ്പാണെങ്കിൽ 2 എന്താണ്? അശുദ്ധി, അല്ലേ? അപ്പോ അൺക്ലീൻനെസ് ആണ് അശുദ്ധി എന്ന് പറയുന്നത്, അല്ലെ? വിശുദ്ധിയില്ലാത്ത അവസ്ഥ. വിശുദ്ധിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് അശുദ്ധി. മനസ്സിലാകുന്നുണ്ടോ? നല്ല അപ്പം അശുദ്ധി എന്ന് പറയുമ്പോൾ അതിനകത്ത് അശുദ്ധിയുടെ പല മേഖലകൾ കിടക്കുന്നുണ്ട്. ഏതൊക്കെയാണ് അശുദ്ധികൾ എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. ഞാൻ പ്രത്യേകിച്ച് ഇതിനകത്ത് കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഈ നമ്മുടെ ഈ ടെക്സ്റ്റുകൾ കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്, ഏകദേശം ഒരു ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് മൊത്തം സെക്സ്വൽ സിൻ ആണ് കൊടുത്തിരിക്കുന്നത്. നിയമപരമായിട്ടുള്ള ലൈംഗിക പാപങ്ങളെയാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് ഇതുമായിട്ട് തട്ടി നോക്കുമ്പോൾ 2 രീതിയിലുള്ളതായിട്ടുള്ള വാക്കുകളുണ്ട്. നമുക്ക് എല്ലാം കൂടെ ക്രോഡീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് ദൈവമക്കൾ വളരെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ അതിനെ കൂടുതൽ വിശദീകരിക്കാതെ നിൽക്കുന്നത്, അല്ലേ? അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന കാമവികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള എന്താണ്? അശുദ്ധി. അതാണ് അശുദ്ധി എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതല്ല, അപ്പം നമുക്കത് പഠിച്ചു വരുമ്പോൾ അത് മാത്രം അശുദ്ധി എന്ന് പറയാൻ പറ്റത്തില്ല. അശുദ്ധി എന്തൊക്കെയുണ്ട്, അല്ലേ? അശുദ്ധിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മാത്രം ജീവിക്കുക എന്നുള്ളതാണോ? അപ്പൊ ഇരുട്ടിൽ തപ്പ് തടയുക, ഇരുട്ടെന്ന് പറയുമ്പം അത് സെക്സ്വൽ സിൻ മാത്രമല്ല. എല്ലാവരും പറയും സെക്സ്വൽ സിൻ ആണ്, അതായത് ലൈംഗിക പാപമാണ് ഏറ്റവും വലിയതായിട്ടുള്ള അശുദ്ധി. അത് അശുദ്ധി, അത് അശുദ്ധിയിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പദം മാത്രമേ വരുന്നുള്ളൂ. അതിനപ്പുറമായിട്ടുള്ള എന്താണ് അശുദ്ധികൾ ഏതൊക്കെയാണ്? ഒത്തിരി അശുദ്ധി ഇല്ലാത്തതുകൊണ്ട്, അല്ലെ? നമ്മുടെ ശരീരത്തിനകത്ത്, നമ്മുടെ മനസ്സിനകത്ത്, നമ്മളിൽ പലവിധമായിട്ടുള്ള അശുദ്ധികളുണ്ട്. ചിന്തയില്, നിരൂപണത്തില്, വാക്കില്, നോട്ടത്തില്, പ്രവൃത്തിയില്, കൊടുക്കൽ, സംസാരത്തിൽ, എല്ലാത്തിലും അശുദ്ധിയുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് അതിനകത്ത് ക്രമീകരിക്കുക. ഓക്കെ? അപ്പൊ അടുത്തത് അത്യാഗ്രഹം. ദുർനടപ്പുണ്ട്, അശുദ്ധിയുണ്ട്, അത്യാഗ്രഹമുണ്ട്, അല്ലേ? കവച്ചസ്നെസ്, അത്യാഗ്രഹം,
അല്ലേ? അത്യാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്തിയില്ലായ്മ. മനുഷ്യന്റെ കണ്ണിനും മറ്റൊന്നിനും തൃപ്തി വരുന്നില്ലെന്നാ വചനം പറയുന്നത്. എത്ര കിട്ടിയാലും തൃപ്തിയില്ലാത്ത ഒരു അവസ്ഥ, അത്യാഗ്രഹം അല്ലേ? ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പിൻ എന്ന് കർത്താവ് പറയുമ്പോൾ നമ്മളങ്ങ് അത്യാരം പിടിച്ചങ്ങ് ഓടുക. ഭയങ്കര അത്യാരം. എത്രയോ പേര് കടക്കടി കിടക്കുന്നു, എത്രയോ പേർക്ക് വീടില്ലാതെ കിടക്കുന്നു, എത്രയോ പേര് വല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടി കിടക്കുന്നു. ദൈവം നമുക്ക് തന്നപ്പോ നമുക്ക് വീണ്ടും അങ്ങ് അത്യാഗ്രഹം ഉണ്ടാക്കാനുള്ള അത്യാഗ്രഹം ഓടുക. ഒരു ദൈവാസം ഒരിക്കലും പറഞ്ഞൊരു വാചകമുണ്ട്. ദൈവാസം കൂടെ ഒരു ഏതോ ഒരു പ്രസ്ഥാനത്തിന്റെ അത്യുച്ച ധ്രുവത്തിൽ നിൽക്കുന്ന, അങ്ങേറ്റം നിൽക്കുന്ന, അതിന്റെ ഏകദേശം മെയിനായിട്ട് നിൽക്കുന്ന അദ്ദേഹം പറഞ്ഞ ഒരു പദം ഇതാണ്. എന്നോട് പറഞ്ഞൊരു വാചകം ഇതാണ്. അവിടെ ഭയങ്കര വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞ കാര്യമുണ്ട്. നീ ഒന്നും ചെയ്യത്തില്ല, അമേരിക്കന്റെ വരവ് നിന്നാലും, അമേരിക്കയിലെ സായിപ്പന്മാരുടെ വരവ് നിന്നാലും, അവിടുത്തെ ഡോളർ നിന്നാലും, എന്തൊക്കെ നിന്നാലും. ഉടക്കൊണ്ടായപ്പോഴേ പറയുന്നത് 4 തലമുറയ്ക്കുള്ളത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര? 4 തലമുറയ്ക്കുള്ളത്. അവർക്ക് മാത്രമല്ല, അവരുടെ 4 തലമുറയ്ക്കുള്ളത് അവർ ഉണ്ടാക്കിയിട്ടേക്കുക. ഒരു പ്രസ്ഥാനത്തിന്റെ മെയിനായിട്ടിരിക്കുന്ന വ്യക്തി പറയുക, 4 തലമുറയ്ക്കുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്യാഗ്രഹം. അത് അവന് മാത്രമല്ല, അവന്റെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല, 4 തലമുറയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ എസ്റ്റേറ്റ് കൂട്ടി മറ്റു പിറന്നു വിട്ടിരിക്കുക. 4 തലമുറകൾ. പിറന്നു വീണ കുഞ്ഞിനും അറിയത്തില്ല, അവന്റെ പേരിൽ എഴുതുക ഏക്കറുകൾ, അതിന്റെ പേരിൽ എഴുതുക പലവിധമായ വിഷയങ്ങൾ. അപ്പം അത്യാഗ്രഹം കൂടിയിരിക്കുന്ന ഒരു മേഖലയിലേക്ക് മനുഷ്യൻ അങ്ങേയറ്റം എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത്യാഗ്രഹം. അടുത്തത് ചീത്തത്തരം. അടുത്തതാണ് സെറ്റ്ലെസ്. അപ്പോ ഈ ചീത്തത്തരം അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പൊ ഇവിടെ എന്താണ് ചീത്തത്തരം? ഈ അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കുറെ 3 കാര്യങ്ങൾ 4-ാം വാക്യത്തിൽ അതിൽ പറഞ്ഞിരിക്കുന്നത്. ചീത്തത്തരം സ്വഭാവത്തിലും പ്രവൃത്തിയിലും, എന്താണ് സംഭാഷണത്തിലും വിശുദ്ധരായിരിക്കണമെന്ന അർത്ഥം 4-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ചീത്തത്തരം എന്ന് പറയുന്നത് എന്താണ്? അരുത് എന്ന് വിലക്കുന്ന വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യരുത്? എടുത്ത് ഉപയോഗിക്കരുത്. അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ. അപ്പൊ 4-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നു. അപ്പം 4 വാക്യം. അപ്പൊ അതിലൊന്നാണ് ചീത്തത്തരം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ ചീത്തത്തരം, ഇനി 4-ാമത്തെ ചീത്തത്തരം ആണെങ്കിൽ ഞാൻ അടുത്ത് ചീത്തത്തരം 5 പൊട്ടച്ചൊൽ. 5 എന്താണ്? പൊട്ടച്ചൊൽ എന്ന് പറഞ്ഞാൽ ദുർഭാഷണങ്ങൾ, വ്യർത്ഥവാക്കുകൾ, അർത്ഥമില്ലാത്ത അർത്ഥശൂന്യമായിട്ടുള്ള വാക്കുകൾ, പൊട്ടച്ചൊല്ല്. 6 കളിവാക്ക്. ഇപ്പൊ വേഗത്തിൽ മറിച്ച് കളയുന്ന വാക്കുകൾ, കളിവാക്കുകൾ അല്ലേ? ഒരു കാര്യമില്ലാത്ത വാക്കുകളെ. ഇപ്പൊ ചിലര് സൈക്കിളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ നോക്കി ചിരിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയത്തില്ലേ? അപ്പം അങ്ങനെയുള്ള കാര്യാദികൾ. അപ്പം 6 കാര്യങ്ങളാണ്. അപ്പം വിശുദ്ധന്മാര് എന്താണ്? പാപത്തെ പരിത്യജിച്ച വിശുദ്ധന്മാര് അവരുടെ ജീവിതത്തിൽ ദുർനടപ്പില്ലായിരുന്നു, അശുദ്ധിയില്ലായിരുന്നു, അത്യാഗ്രഹമില്ലായിരുന്നു, ചീത്തത്തരമില്ലായിരുന്നു, പൊട്ടച്ചൊല്ലില്ലായിരുന്നു, കളിവാക്കില്ലായിരുന്നു. മനസ്സിലാകണോ? ഇതിനെയൊക്കെ ത്യജിച്ചവരായിരുന്നു. ഇതിനൊക്കെ ഉപേക്ഷിച്ചവരായിരുന്നു. അപ്പം അതുകൊണ്ട് വിശ്വാസികൾക്ക് എന്താണ് നിഷേധിച്ചിരിക്കുന്ന വാക്കുകൾ, നിഷേധകരമായ വാക്കുകൾ, വിശ്വാസികൾക്ക് നിഷേധിച്ചിരിക്കുന്ന വാക്കുകളുണ്ട്. എന്താണ്? കൗശല വാക്കുകൾ അല്ലെ? കൗശല വാക്കുകള്, വ്യർത്ഥ വാക്കുകള്, പിന്നെ എന്താണ്? ധൃതിയായിട്ടുള്ള വാക്കുകള്, പിന്നെ വമ്പ് പറയുന്ന വാക്കുകള്, കഠിന വാക്കുകള്, വശീകരണ വാക്കുകള്, അതുപോലെ തന്നെ മുഖസ്തുതി ഉള്ള വാക്കുകൾ. അപ്പൊ ഇതൊക്കെയാണ് വിശ്വാസികൾക്ക് എന്താണ് നിഷേധിച്ചിരിക്കുന്ന വാക്കുകൾ. എന്താണ്? കൗശല വാക്കുകൾ. ഒന്നാമത്തത് കൗശല വാക്കുകൾ. 2 വ്യർത്ഥ വാക്കുകൾ. 3 ധൃതിയായിട്ടുള്ള വാക്കുകൾ. 4 വമ്പ് പറയുന്ന വാക്കുകൾ. 5 കഠിന വാക്കുകൾ. 6 വശീകരണ വാക്കുകൾ. 7
മുഖസ്തുതിയുള്ള വാക്കുകൾ. ഇതൊക്കെയാണ് നിഷേധമായ വാക്കുകളായി. മനസ്സിലാകുന്നുണ്ടോ? ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിഞ്ഞിരിക്കണം എന്നാണ് എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ ശക്തമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നാം എന്ത് ചെയ്യണം? അപ്പൊ അതുകൊണ്ട് നാം ആരായിരിക്കണം? നാം പാപത്തെ പരിത്യജിക്കുന്നവരായിത്തീരണം. പാപത്തെ പരിത്യജിക്കുന്നവരായിത്തീരണം. നാം ദൈവരാജ്യത്തിൽ നാം എന്താണ്? നാം ദൈവരാജ്യത്തിൽ എന്താണ്? ഭരണകർത്താക്കളായിരിക്കണം. നാം ദൈവങ്ങളായിരിക്കണം. നാം ആരാണെന്നുള്ളത് മനസ്സിലാക്കുക. നാം പാപത്തെ പരിത്യജിച്ചവരായിരിക്കണം. നാം ദൈവരാജ്യത്തിൽ ഭരണകർത്താക്കളായിരിക്കണം, അല്ലേ? നാം ദൈവങ്ങളായിരിക്കണം. അപ്പം ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന വിശുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ വിശുദ്ധിയിൽ നടക്കുമ്പോഴാണ് നാം എന്താകുന്നത്? വെളിച്ചത്തിന്റെ മക്കളായി തീരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നാം വെളിച്ചത്തിൽ, അപ്പൊ സ്നേഹത്തിൽ നമ്മൾ നടക്കണം. 2, നമ്മൾ എന്ത് ചെയ്യണം? വെളിച്ചത്തിൽ നടക്കണം. അപ്പൊ വെളിച്ചത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇരുട്ടാണ്. ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം, ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, കരകൗശല വാക്കുകൾ, വ്യർത്ഥ വാക്കുകൾ, രീതിയായുള്ള വാക്കുകൾ, വമ്പ് പറയുന്ന വാക്കുകൾ, കഠിന വാക്കുകൾ, വശീകരണ വാക്കുകൾ, മുഖസ്തുതിയുള്ള വാക്കുകൾ, ഇതെല്ലാം ഇരുട്ടാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാണ്, അല്ലേ? ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്ന രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവുമായ ദീപങ്ങളാക്കിയാണ് ദൈവം നമ്മളെ മാറ്റി വെച്ചിരിക്കുന്നത്. നമ്മൾ പ്രകാശിക്കുന്ന പ്രകാശ കിരണങ്ങളായി, പ്രകാശത്തിന്റെ വിളക്കുകളായിട്ട് മാറണം. 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പദങ്ങൾ മനസ്സിലായല്ലോ? 1, ദൈവ സ്നേഹത്തിൽ നമ്മൾ നടക്കണം. 2, എന്താണ്? യേശുവിന്റെ വെളിച്ചത്തിൽ, യേശുവിന്റെ സ്നേഹത്തിൽ നടക്കണം. യേശുവിന്റെ വെളിച്ചത്തിൽ നമ്മൾ നടക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇരുട്ടിനുള്ളതല്ല. വളരെ അർത്ഥവത്തായിട്ട് ഈ 2 കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കുവാൻ കർത്താവ് കൃപ നൽകി. എനിക്ക് തോന്നുന്നു സമയമായെന്ന് തോന്നുന്നു. ഇപ്പോൾ സമയം ഏകദേശം 9 അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെ എന്ന് സഭാപ്രസംഗി പറയുന്ന പോലെ ഇത്രയൊക്കെ മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സദയം കേട്ടിരുന്ന എൻ്റെ എല്ലാ ഈ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയിലുള്ള വ്യക്തികളോടുള്ള നന്ദി വന്ദനങ്ങൾ അറിയിക്കുന്നു. God bless you all in Jesus' name. Over to the chairman. Okay, thank you very much.